ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാം തലമുറ യുദ്ധവിമാനം ഒരു രാജ്യത്തിന് ഓഫർ ചെയ്യുന്നത്. ഇന്ത്യക്ക് അമേരിക്ക ഓഫർ ചെയ്തിരിക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ് F-35 ഇന്ത്യക്ക് നൽകുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്ന്. സോ F-35 അമേരിക്ക ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ഇന്ത്യ അത് സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഗുണം ചെയ്യുമോ? F-35 ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ Su-57 അതിന്റെ ഭാവി എന്തായിരിക്കും? അത് ഇന്ത്യ വാങ്ങുമോ? റഷ്യ നിരന്തരമായിട്ട് ഇന്ത്യയുടെ മേൽ അത് പുഷ് ചെയ്യുന്നുണ്ട്. അതായത് Su-57 ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന് പറയുന്നു, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു, AMCA പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. നിരന്തരമായ ഓഫറുകളാണ് റഷ്യയിൽ നിന്ന് വരുന്നത്. ഇതേ സമയത്ത് തന്നെ പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ട്രംപ് F-35 ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നു. ഇതിൽ ഏത് വാങ്ങുന്നതാണ് നല്ലത്? നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. F-35 എന്ന് പറയുന്നത് സ്റ്റെൽത്ത് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ നിലവിലുള്ള ഇപ്പോൾ J-20 അല്ലെങ്കിൽ Su-57 പോലെയുള്ള എയർക്രാഫ്റ്റുകളേക്കാൾ കുറച്ച് മുമ്പിലാണ്. അതിൻ്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി വളരെയധികം മികച്ചതാണെന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള US-ഉമായിട്ടുള്ള റിലേഷൻ, റഷ്യയുമായിട്ടുള്ള റിലേഷൻ, ഇതൊക്കെ വെച്ച് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലത് Su-57 ആണ് ഈ ഘട്ടത്തിൽ. ഇപ്പൊ US ഒരു ഭരണകൂടം മാറുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാടായിരിക്കില്ല അടുത്തൊരു ഗവൺമെന്റ് വന്നാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ അടുത്ത അധികാരത്തിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ വളരെയധികം നമുക്ക് ഈ ഡീല് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ Su-57 ആണെങ്കിലും F-35 ആണെങ്കിലും നമ്മളിപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്താലും ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ നടത്തിയിട്ട് പൂർണ്ണമായിട്ടും ഇത് ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ ട്രംപിന്റെ ഈ ഒരു പീരീഡിൽ തന്നെ ഇതിന്റെ ഡെലിവറി പൂർണ്ണമായിട്ട് നടക്കാനും സാധ്യതയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ കുറച്ച് എണ്ണം കിട്ടിയേക്കാം. ബാക്കിയുള്ളതിന്റെ ഡെലിവറി വൈകിയാൽ പോലും അത് നമുക്ക് തിരിച്ചടിയാണ്. കാരണം നമ്മുടെ ശത്രു രാജ്യങ്ങൾ അതിവേഗത്തിൽ സൈനികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനൊപ്പം എത്തേണ്ടതുണ്ട്. AMCA പ്രോജക്റ്റ് പൂർത്തിയായി അത് പൂർണ്ണമായും പ്രൊഡക്ഷന് തയ്യാറെടുക്കാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ നമ്മുടെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് നമുക്കൊരു 5th ജെൻ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. F-35 നല്ല ഓഫറാണ്. കാരണം US അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും അത് ഓഫർ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നോക്കണമെന്ന് പറയാൻ കാരണം, ഒന്ന്, റഷ്യ പറയുന്നത് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്താമെന്നാണ്. അത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും. കാരണം ഈ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് അതിൽ ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലുള്ള കൺട്രോൾ ഉണ്ടാവും. ഇതിന്റെ പ്രൊഡക്ഷൻ ഒരിക്കലും ഡിലേ വരാതിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. രണ്ടാമത്, നമ്മൾ Su-30 MKI നമ്മൾ നിർമ്മിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഓൾറെഡി അതിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ Su-57 അതുകൊണ്ട് ഇന്ത്യക്ക് പ്രൊഡക്ഷൻ ലൈനിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് പ്രൊഡക്ഷൻ നടത്താനും കൂടുതൽ എണ്ണം ഇന്ത്യക്ക് ഇത് പെട്ടെന്ന് തന്നെ സൈന്യത്തിന് നൽകാനും സാധിക്കും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. എന്തൊക്കെ ടെക്നോളജി ആണെന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഒരിക്കലും അമേരിക്കയിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, റഷ്യ പറഞ്ഞിരിക്കുന്നത് AMCA പ്രോഗ്രാമിനെ ഫുൾ സപ്പോർട്ട് ചെയ്യാമെന്നാണ്. അത്തരമൊരു ഓഫർ US-ന്റെ ഭാഗത്തു നിന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ Su-57 ഒരു പോരായ്മയായിട്ട് പറയുന്നത് അതിൻ്റെ സ്റ്റെൽത്ത് കഴിവ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ ബാക്കി അതിൽ ലോഡ് ചെയ്യുന്ന വെപ്പൺസ് ആണെങ്കിലും അതിൻ്റെ റേഞ്ച് ആണെങ്കിലും അതിൻ്റെ സ്പീഡ് ആണെങ്കിലും എല്ലാ രീതിയിലും അത് അത്യാവശ്യം ബെറ്റർ ആണ്. പല കാര്യങ്ങളിലും F-35 ബെറ്റർ ആണ്. ചില കാര്യങ്ങളിൽ F-35 Su-57 ബെറ്റർ ആണ്. ഇപ്പോൾ ഇന്ത്യക്കൊരു കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ഉള്ള രീതിയിൽ US-ന്റെ ഒരു ഇടപെടലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു കരാറാണ് F-35 വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്ക് അത് ഗുണം ചെയ്തേക്കാം. പക്ഷെ അങ്ങനെ അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങളുടെ എഞ്ചിന്റെ സപ്ലൈ പോലും ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന US നമുക്ക് എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും F-35 അവർ സമയത്തിന് ഡെലിവറി ചെയ്യും എന്നുള്ളത്? ഇനി ട്രംപ് പ്രത്യേക താല്പര്യമെടുത്ത് അത് ഉറപ്പ് നൽകുകയാണെങ്കിൽ, ട്രംപിന്റെ 4 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ഫുൾ ഡെലിവറി ചെയ്യാമെന്ന് വല്ലതും പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ചിന്തിക്കാം. മാത്രമല്ല, ചിലപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു ടെക്നോളജി അസിസ്റ്റൻസ് കൂടി US-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും Su-57 ഭാവി? കഴിഞ്ഞ ദിവസം കൂടി റഷ്യ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാണ്. ഇന്ത്യ ജസ്റ്റ് ഒരു S പറഞ്ഞാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഫുൾ സപ്പോർട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ റഷ്യയെ പിണക്കാൻ സാധ്യതയില്ല. Su-57 ബന്ധപ്പെട്ടും ചിലപ്പോൾ ചില കരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നും ഈ സമയത്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ ഗെയിം ഇന്ത്യ ഇതിൽ കളിക്കുന്നുണ്ടോ? കാരണം റഷ്യയെ മുന്നിൽ വെച്ച് US-നോട് വിലപേശുന്നു, US-നെ മുന്നിൽ വെച്ചിട്ട് റഷ്യയോട് വിലപേശുന്നു. അങ്ങനെ ഒരു പദ്ധതി ഇന്ത്യക്കുണ്ടോ എന്ന സംശയം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇന്ത്യക്ക് താല്പര്യം F-35 ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന പോലൊരു കരാറ്
അമേരിക്ക അതിന് തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് റഷ്യയുടെ Su-57 മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ ചിലപ്പോൾ US-ഉമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രഷർ ഗെയിം കളിക്കുന്നതാവാം. അതിനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരുടെ നിന്ന് വാങ്ങിച്ചോളാം, അവർ തരാൻ തയ്യാറാണ്, ഇതാ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം അവർ ഓഫർ ചെയ്തിരിക്കുകയാണ്, പ്രൊഡക്ഷനും അവർ ഇന്ത്യയിൽ നടത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാനായിരിക്കും നമ്മൾ താല്പര്യപ്പെടുക എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പറയാം. അങ്ങനെ ചിലപ്പോൾ ഇന്ത്യ ഒരു പ്രഷർ ഗെയിം US-നും അതുപോലെ തന്നെ റഷ്യയ്ക്കും ഇടയിൽ നിന്ന് കളിക്കാം. മാത്രമല്ല ഇന്ത്യക്ക് മിഗ് സീരീസിൽ വരുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റ് റഷ്യയോടൊപ്പം ചേർന്ന് നിർമ്മിക്കാൻ ഒരു താല്പര്യമുണ്ടെന്നും ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ഇതിനകത്തുള്ള താല്പര്യം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. Su-57 ആണെങ്കിൽ നിരന്തരം റഷ്യ നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇന്ത്യ ഇതിനകത്തൊരു കിടിലൻ ഒരു ഗെയിം ഇന്ത്യ കളിക്കുന്നുണ്ട്. ഇന്ത്യക്ക് എവിടെയാണോ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീല് വരുന്നത് ചിലപ്പോൾ ഇന്ത്യ അതിന് കൈ കൊടുക്കും. പിന്നെ ട്രംപ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ F-35 വാങ്ങിയാലും ഇനിയിപ്പോൾ Su-57 ഒരു എഗ്രിമെന്റ് ഫ്യൂച്ചറിൽ ഇന്ത്യ റെഡിയാക്കിയാൽ അതിനെ ഒരിക്കലും ചിലപ്പോൾ ട്രംപ് എതിർത്തു എന്ന് വരില്ല. ട്രംപ് ചിലപ്പോൾ മിണ്ടാതെ കണ്ണടച്ച് തരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ S-400 ഉള്ള രാജ്യങ്ങൾക്ക് F-35 കൊടുക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് തരാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യക്ക് ചിലപ്പോൾ ചില ഇളവുകൾ തരാൻ ട്രംപ് തയ്യാറായിരിക്കും. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്ക് റഷ്യയുമായിട്ടും സഹകരിക്കാൻ പറ്റും, ഒരുപക്ഷെ അമേരിക്കയുമായിട്ടും സഹകരിക്കാൻ പറ്റും. ഇത് രണ്ടും ഒന്നിച്ച് ഇന്ത്യ വാങ്ങാൻ തയ്യാറാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ AMCA പ്രോജക്റ്റ് നടക്കുകയാണ്. സോ AMCA എന്ന് പറയുമ്പോൾ നമുക്ക് 2028 ഫസ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 2035 മാസ് പ്രൊഡക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് AMCA ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങേണ്ട ഒരു ആവശ്യം നമുക്ക് തൽക്കാലം വരുന്നില്ല. പക്ഷേ AMCAയുടെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് വരേക്കുള്ള ഒരു പീരീഡ് ഉണ്ട്, ഒരു 10 വർഷം. ഈ 10 വർഷത്തിനിടയിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, യുദ്ധ സാഹചര്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ ചിലപ്പോൾ തുർക്കിയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാം, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പവർ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ത്യക്ക് അതിന് മുമ്പ് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന്, അത് റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ 5th ജൻ എയർക്രാഫ്റ്റ് വാങ്ങേണ്ടി വന്നേക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ശരിക്കും ട്രംപും പുടിനും ഇന്ത്യയുടെ മേൽ ഈ 2 എയർക്രാഫ്റ്റുകൾ ഓഫർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇന്ത്യ ബെറ്റർ ഡീൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മോദി ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും മികച്ചൊരു ഡീല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഫൈനലായിട്ട് എടുക്കുന്ന തീരുമാനം അത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് തന്നെയായിരിക്കും. അത് F-35 ആയാലും Su-57 ആണെങ്കിലും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് Su-57 ആണ്. Su-57 ഡീല് എങ്ങനെ റഷ്യ ഇന്ത്യയുമായി ചെയ്യുമോ അതേ രീതിയിലൊരു ഡീല് ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം F-35 ട്രംപ് ഓഫർ ചെയ്യുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്ത്യക്ക് AMCA പ്രോജക്റ്റിന് ഗുണം ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് ഈ ഒരു ഡീലിൽ നിന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ F-35 ഇതിൽ തന്നെ പോയേക്കാം, ഇല്ലെങ്കിൽ Su-57 ചിലപ്പോൾ എടുത്തേക്കാം. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.